കെ സുരേന്ദ്രൻ പക്ഷത്തിന് തിരിച്ചടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP ആർ ശ്രീലേഖ BJPയുടെ മേയർ സ്ഥാനാർത്ഥി. ഗണഗീതം ദേശീയഗാനത്തിന് പകരമായി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് നയത്തിന്റെ തുടർച്ചയെന്ന് ബിനോയ് വിശ്വം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കെ സുരേന്ദ്രൻ പക്ഷത്തിന് തിരിച്ചടി നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP ആർ ശ്രീലേഖ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാകും. വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥി ആക്കണമെന്നും ശ്രീലേഖയ്ക്ക് സീറ്റ് നൽകരുതെന്നും ആയിരുന്നു സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ആവശ്യമായ ചർച്ചകൾ പോലും നടത്താതെ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം ഈ ആവശ്യത്തെ തള്ളുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിലും വി രാജേഷ് കൊടുങ്ങല്ലൂരിലും മത്സരിക്കും. RSSന്റെ ഗണഗീതം ദേശീയഗാനത്തിന് പകരമായി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് നയത്തിന്റെ തുടർച്ചയായാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗണഗീതം കുട്ടികൾ പാടിയതല്ല, കുട്ടികളെ കൊണ്ട് പാടിച്ചതാണ്. കുട്ടികൾ കുറ്റക്കാരല്ല, കുറ്റക്കാർ കുട്ടികളെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചവരാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെക്ക് മഹത്വം പ്രഖ്യാപിച്ച് സ്തുതിഗീതങ്ങൾ പാടിയവരാണ് RSSകാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശിൽ സ്കൂൾ കുട്ടികൾ പത്രക്കടലാസിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ പരിപാലിക്കുന്നതിൽ പ്രധാനമന്ത്രിയും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ലജ്ജിക്കണമെന്ന് രാഹുൽ പറഞ്ഞു. BJPക്ക് പകരം കോൺഗ്രസ് ആണ് രാമക്ഷേത്രത്തെ പിന്തുണച്ചിരുന്നതെങ്കിൽ RSS പ്രവർത്തകരുടെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു എന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. RSS ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുമില്ല. സംഘപരിവാറിന്റെ ലക്ഷ്യം ഒന്നിപ്പിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് ചിറ്റൂരിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാറ് മരത്തിൽ ഇടിച്ച് പാടത്തേക്ക് മറിഞ്ഞ് സുഹൃത്തുക്കളായ 3 യുവാക്കൾ തൽക്ഷണം മരിച്ചു. പാലക്കാട് നൂറടി റോഡ് രഞ്ജിത്തിന്റെ മകൻ റോഹൻ, നൂറണി സ്വദേശി സന്തോഷിന്റെ മകൻ റോഹൻ സന്തോഷ്, യാക്കര സ്വദേശി ശാന്തകുമാറിന്റെ മകൻ സനൂഷ് എന്നിവരാണ് മരിച്ചത്. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സംസ്കാരം നടക്കും. ആലപ്പുഴ സ്വദേശികളായ ദേശീയ കൈക്കിൻ താരങ്ങൾ 2 പേർ ഭോപ്പാലിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി കാവുങ്കൽ ക്ഷേത്രത്തിന് സമീപം അനന്തു അജിത്, കൈനകരി ഗുരുമന്ദിരം വായനശാലയ്ക്ക് സമീപം വിഷ്ണു രഘുനാഥ് എന്നിവരാണ് മരിച്ചത്. ജപ്പാനിലെ വടക്കൻ തീര മേഖലയായ ഇവാത്തയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. സമുദ്രത്തിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് ജാപ്പനീസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതേ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ US-ൽ നിന്ന് ആരും പങ്കെടുക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളക്കാരായ കർഷകരോട് ദക്ഷിണാഫ്രിക്ക പുലർത്തുന്ന മാനുഷികാവകാശ ലംഘനത്തിൽ പ്രതിഷേധിച്ചാണ് US വിട്ടുനിൽക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.